വ്യൂവേഴ്സ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഏകണിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പം നമുക്കറിയാം നമ്മുടെ SSLC എക്സാമിൻ്റെ എല്ലാ പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും. പേടി ഒന്നും വേണ്ട, നമ്മളെല്ലാവരും ഉഷാറായിട്ട് അല്ലെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകണിൻ്റെ മുഴുവൻ ടീമും എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സെറ്റായിട്ടിരിക്കുകയാണ്. എല്ലാ മുൻവർഷത്തെ ചോദ്യങ്ങളും നമ്മൾ അരിച്ച് പേർക്ക് ഈ ഒരു എക്സാം നല്ല മാർക്കോട് കൂടി നിങ്ങളെല്ലാവരും പാസ്സാവും. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മിസ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. എല്ലാവർക്കും എഫക്റ്റീവ് ആണ്. നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ എന്ത് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കുക. അപ്പം നമുക്കറിയാം തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ കഥാപാത്ര നിരൂപണങ്ങൾ അല്ലെ, നമുക്ക് എപ്പോഴും 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കഥാപാത്ര നിരൂപണം. പണ്ടൊക്കെ ആയിരുന്നു 4 മാർക്കിനൊക്കെ ആയിരുന്നു, ഇപ്പോൾ 6 മാർക്കിനാണ് കഥാപാത്ര നിരൂപണം ചോദിക്കുന്നത്. നമുക്കറിയാം 6 മാർക്കിൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം എഴുതണം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു മുക്കാൽ പേജോളം എന്താണ് നമ്മൾ 6 മാർക്കിന് എഴുതേണ്ടതായി വരും. അപ്പോൾ എപ്പോഴും എഴുതുന്ന സമയത്ത് കഥാപാത്ര നിരൂപണമാണെങ്കിൽ ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യത്തിലുള്ള കഥാപാത്ര നിരൂപണം ആരുടേതാണ് മക്കളെ? ശകുന്തളയുടെ കാൽക്കൽ വീണിട്ട് തെല്ലും അല്ലെ ഞാൻ എന്താണ് തളി എന്നൊരു പരിഭവം ഉൾക്കൊള്ളലാ വല്ലഭേ നീ അല്ലെ, ഉന്നതമായ അവസ്ഥയിലായിരുന്നിട്ടും അല്ലെ എന്താണ് ഒരു രാജാവാണ്, തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുന്ന രാജാവ്. ആരെയും അവിടെ കുറിച്ച് പറയുന്നത്? ദുഷ്യന്തനെയാണ്. പാഠഭാഗത്തിലെ മറ്റ് സന്ദർഭങ്ങളും പരിഗണിച്ച് ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാൻ. അപ്പം ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കാൻ നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? ആദ്യം തന്നെ ദുഷ്യന്തൻ എന്ന് തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ ഒരു തലക്കെട്ട് നിങ്ങൾ കൊടുക്കുക. പിന്നെ അതിനുശേഷം 6 മാർക്കിൻ്റെ ചോദ്യമാണ് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പാഠം ആരാണ് എഴുതിയത്, അങ്ങനെ അതെല്ലാം അല്ലെ മിസ് എപ്പോഴും വിശദീകരിച്ച് തന്നിട്ടുണ്ട്. കാളിദാസനെ കുറിച്ച് പറയണം, അഭിജ്ഞാന ശാകുന്തളം പറയണം, അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാന്ന് പറയണം, AR രാജരാജവർമ്മയെ കുറിച്ച് പറയണം, അതുപോലെ തന്നെ മലയാള ശാകുന്തളത്തെ കുറിച്ച് പറയണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തതിന് ശേഷം ഇതിലെ മെയിൻ കഥാപാത്രങ്ങളാണ്, മുഖ്യ കഥാപാത്രമാണ് ദുഷ്യന്തൻ എന്ന് പറഞ്ഞെഴുതുക. ദുഷ്യന്തൻ എവിടുത്തെ രാജാവാണ്, ഇതൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ദുഷ്യന്തൻ എവിടുത്തെ രാജാവാണ്, ദുഷ്യന്തൻ്റെ ആരാണ് ശകുന്തള, അപ്പോൾ അങ്ങനെ ദുഷ്യന്തൻ എവിടേക്ക് പോകുന്ന സമയത്താണ് ഈ കശ്യപാശ്രമത്തിൽ എത്തുന്നത്, അതുപോലെ തന്നെ ആ സർവ്വധമനനെ കാണുമ്പോഴുണ്ടാകുന്ന ദുഷ്യന്തൻ്റെ മനസ്സിലെ ആ ഒരു എന്താ പറയുക വികാരം, അങ്ങനെ ദുഷ്യന്തൻ ആഗ്രഹിക്കുന്നത് എന്താണ്, ദുഷ്യന്തൻ്റെ ആ എന്താ പറയുക അത്രയും ഉപസംഹാരമായിട്ട് നിങ്ങൾ ഈ കഥയൊക്കെ ഗണ്ണികയായി തിരിച്ച് ദുഷ്യന്തൻ്റെ ഓരോ സംഭാഷണങ്ങളും മനസ്സിലുള്ള വികാരങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ പറയേണ്ട ഒരു കാര്യം ഉണ്ടല്ലേ, അത്രയും വലിയ രാജാവായിട്ടും തൻ്റെ തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, കാളിദാസൻ എന്ന പാഠഭാഗമൊക്കെ നമ്മൾ പറയണം. ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷത എന്താണ് അല്ലെ, ഒരു രാജാവാണ്, എന്നിട്ട് പോലും എന്താണ് അദ്ദേഹം ഒരു അല്ലെ നമുക്കറിയാം അദ്ദേഹം ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് അവളെ എന്താണ് മറന്നു പോയെങ്കിലും അവളെ വീണ്ടും സ്വീകരിക്കാൻ അദ്ദേഹം, മോതിരം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും അവളെ തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. സ്ത്രീയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. തൻ്റെ നിരപരാധിത്വം പറയുന്നതോടൊപ്പം ശകുന്തളയുടെ കാൽക്കൽ വീണ് പോലും മാപ്പ് പറയുന്നുണ്ട്. പിന്നെ രാജപദവിയും ഉന്നത സ്ഥാനമാനങ്ങളും ക്ഷമാപണം നടത്തുന്നതിന് തടസ്സമല്ല അല്ലെ. പലരും ഉണ്ടായിരിക്കും അല്ലെ വെറും സോറി പറഞ്ഞു അല്ലെ, ഞാൻ ചെയ്ത വിട്ടേക്ക്, അങ്ങനെയല്ല അല്ലെ, താൻ ചെയ്തത് ഒരു തെറ്റാണ് എന്ന് സ്ത്രീയോട് ആരാധനയും ബഹുമാനവും ഉണ്ട്. അതുകൊണ്ടാണ് അവളുടെ കാൽക്കൽ വീണ് അല്ലെ, ഒരു പുരുഷനും ചെയ്യാൻ എന്താണ് തുനിയാത്ത രീതിയിൽ എന്താണ് അവളുടെ തൻ്റെ പത്നി എന്താണ് തൻ്റെ പത്നി തൻ്റെ അമ്മയ്ക്ക് തുല്യമായി തന്നെ കണ്ടുകൊണ്ട് അവളുടെ കാൽക്കൽ വീണ് തൻ്റെ തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് അവളെ തൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിക്കുകയാണ് ആര്, നമ്മുടെ ദുഷ്യന്തൻ. അത്രത്തോളം എന്താണ് ഉയരങ്ങളിലേക്ക് ഉയരുകയാണ് ദുഷ്യന്തൻ എന്ന കഥാപാത്രം ഈ ഒരു സന്ദർഭത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് വേണം വിശദീകരിച്ചെഴുതാൻ. ആ 6 മാർക്കിന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലേ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തൊരു കഥാപാത്ര നിരൂപണമാണ് ആര്? പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടുപോകുന്നു. പട്ടികളിൽ പട്ടകളിൽ എന്താണ് നമ്മുടെ കാറ്റിരമ്പുന്നത് വെള്ളായിയപ്പൻ അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറായി. വെള്ളായിയപ്പൻ്റെ തീവ്ര മാനസിക സംഘർഷങ്ങളാണല്ലോ മുകളിൽ നൽകിയിരിക്കുന്നത് കഥാസന്ദർഭങ്ങളിൽ തെളിയുന്നത്. കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് വെള്ളായിയപ്പൻ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ നമ്മളോട് പറഞ്ഞാൽ ഇതേപോലെ തന്നെ നിങ്ങൾ ശീർഷകം കൊടുത്തോളണം. അതുപോലെ തന്നെ കഥ നമ്മൾ പരാമർശിക്കണം, ആരാണ്
എഴുതിയത്? എന്താണ് പാഠഭാഗം? കടൽ തീരത്താണ്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പാഠത്തിന് കടൽ തീരത്ത് എന്ന പേര് കൊടുത്തത്? ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് വെള്ളായിയപ്പൻ. വെള്ളായിയപ്പന് മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധം എങ്ങനെയാണ്? വെള്ളായിയപ്പൻ ജീവിക്കുന്നത് എവിടെയാണ്? വെള്ളായിയപ്പനെ നമ്മൾ കഥയിൽ കാണുന്ന സമയത്ത് വെള്ളായിയപ്പൻ്റെ രൂപം, അതുപോലെ തന്നെ മാനസിക നില, ഇതൊക്കെ നമ്മൾ അവിടെ പരാമർശിക്കണം. എന്നിട്ട് വേണം വെള്ളായിയപ്പൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയാൻ. വേഷരൂപങ്ങൾ, അതുപോലെ തന്നെ എന്താണ് സൗന്ദര്യതലം, യാത്രകളിൽ ഓർമ്മകളിലൂടെ മുന്നോട്ട് പോകുന്ന കഥാഗതി, പിന്നെന്താണ് ആളുകളുടെ അദ്ദേഹത്തിനോടുള്ള പെരുമാറ്റം, പിന്നെ മകനെ കാണുന്നത്, ശവം ഏറ്റുവാങ്ങുന്നത്, പൊതിച്ചോറ് വലിച്ചെറിയുന്നത്, ഇതൊക്കെ നമ്മൾ എന്താണ് അവിടെ സൂചിപ്പിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം നമ്മൾ 2 കഥാപാത്ര നിരൂപണം ഇപ്പം നോക്കി. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളത് ചോദിച്ചിട്ടൊക്കെ ഉള്ളത് യാങ് വാലിയാങ് ആണ്. യാങ് വാലിയാങ്ങിൻ്റെ കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത് ഏതാ പാഠം എന്ന് നമ്മൾ എഴുതണം. പാവങ്ങളാണ്, ആരാണ് രചിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ സന്ദർഭം എന്താണ്, കഥ എന്താണ്, ഇതിലെ മുഖ്യ കഥാപാത്രമാണ് യാങ് വാലിയാങ്. അദ്ദേഹം എങ്ങനെയാണ് കള്ളനായി തീരുന്നത്, അദ്ദേഹം എന്താണ് മോഷ്ടിക്കുന്നത്, അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് മോഷ്ടിക്കുന്നത്, ആ കഥയൊക്കെ നിങ്ങൾ പറയണം. സന്ദർഭങ്ങൾ എഴുതണം. സംഭാഷണം, അവരുടെ വ്യക്തിത്വം വ്യക്തമാകുന്ന 1-2 സംഭാഷണങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു വെക്കണം. സാഹചര്യങ്ങൾ മൂലം സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും വിശപ്പ് അടക്കാൻ വേണ്ടി മോഷ്ടിക്കുന്നു. ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് 19 വർഷത്തെ കഠിനമായ ജയിൽ ശിക്ഷ അനുഭവിച്ചവൻ, മനുഷ്യത്വമില്ലാത്ത നീതിന്യായ വ്യവസ്ഥിതിയുടെ ഇര, ഏത് പ്രതിസന്ധിയിലും തൻ്റെ സ്വന്തം തീരുമാനത്തിൽ എന്താണ് ഉറച്ചു നിൽക്കുന്നവൻ, അതുപോലെ തന്നെ സ്വന്തം തെറ്റിൽ പശ്ചാത്തപിക്കുന്നവൻ, മെത്രാന്റെ വാക്കുകളാൽ മാനസാന്തരപ്പെടുന്നു, ജീവിതത്തിൽ തിന്മയ്ക്ക് സ്ഥിരമായി നിലനിൽപ്പില്ല എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്നു, അനാഥർക്ക് ആശ്രയം നൽകിയവൻ, മറ്റുള്ളവർക്ക് വേണ്ടി സൗഭാഗ്യങ്ങൾ ത്യജിച്ചവൻ, സ്നേഹത്താലും കാരുണ്യത്താലും ജീവിത ദുരിതങ്ങളെ മറികടക്കുന്ന വ്യക്തിയാണ് ആര്? യാങ് വാലിയാങ്. ഇനി അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യം നമ്മുടെ മിസ്സിസ് തലത്തിൻ്റെതാണ്. അത് അറിയാലോ, വിശ്വരൂപമാണ്. ആരാണ് എഴുതിയത്? അതുപോലെ തന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രമാണ് മിസ്സിസ് തലത്ത്. അതുപോലെ തന്നെ മിസ്സിസ് തലത്ത് മിസ്റ്റർ തലത്തിന് വേണ്ടി പാകപ്പെടുത്തിയ ജീവിതമായിരുന്നു. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, മക്കളോട് അമ്മയോടൊക്കെ ഉള്ള സമീപനം എങ്ങനെയാണ്, എങ്ങനെയായിരുന്നു ജീവിതം നയിച്ചിരുന്നത്, ഇതൊക്കെ നമ്മൾ അവിടെ പറയണം. പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്തൊക്കെയാണ്, അവർ തിരിച്ചറിയുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്. അപ്പോൾ മിസ്സിസ് തലത്തിൻ്റെത് ഏകദേശം നിങ്ങൾക്ക് നല്ല രീതിക്ക് എഴുതാൻ തന്നെ ഉണ്ടാകും. മിസ്സിസ് തലത്തായി മഹാറാണിയെ പോലെ ജീവിച്ചിരുന്ന അവരുടെ ജീവിതം ഇന്നാകെ മാറിപ്പോയി. ഇത് അവസാന പാരഗ്രാഫിൽ എഴുതണേ. ആരുടെയും ആശ്രിതയായി കഴിയാതെ അവർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലും ചക്രവർത്തിനിയെ പോലെ അവർ ജീവിക്കുന്നു. സുധീറിന്റെ ഓർമ്മകളിലൂടെ കഥയിൽ മിസ്സിസ് തലത്തിന്റെ ജീവിതം ചിത്രീകരിക്കുന്നു. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു, നയതന്ത്ര പ്രതിനിധിയായ മിസ്റ്റർ തലത്തിന്റെ ഭാര്യയായ അവർ വേഷത്തിലും ഭാവത്തിലും മഹാറാണിയുടെ അന്തസ്സ് പ്രകടിപ്പിച്ചു. ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്നാണ് ഭാരതീയ സ്ത്രീത്വത്തിന്റെ അംബാസിഡർ എന്ന് മറ്റുള്ളവർ എന്താണ് അവരെ വിശേഷിപ്പിച്ചു. മാതൃത്വത്തിന്റെ സവിശേഷതകളൊന്നും തന്നെ അവർ പ്രകടിപ്പിച്ചില്ല. ഭാരതീയ സംസ്കാരം മറന്ന അവർ ഔപചാരികതയോടെ മറ്റുള്ളവരോട് പെരുമാറി. കൃത്രിമ പ്രൗഢി കാത്തുസൂക്ഷിക്കുന്ന അവർ പാവപ്പെട്ടവരോട് പുച്ഛമായിരുന്നു. അവർക്ക് കുടുംബത്തോടും ജന്മനാടിനോടും അവജ്ഞയായിരുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളെ അവർ ചിരിച്ചുകൊണ്ട് നേരിട്ടു. ഭർത്താവിന് വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു അവർ. ഇതൊരു ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുക, ഇതൊരു കൺക്ലൂഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പം ആരാണ് പാഠം എഴുതിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. പിന്നെ പാഠസന്ദർഭങ്ങൾ, അവരുടെ സംഭാഷണങ്ങൾ, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ തിരിച്ചറിവ്, അവർ സുധീറിനോട് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് നീ നിന്റെ ഭാര്യയുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞ്, അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഗംഭീരമായിട്ട് ഉത്തരം എഴുതാൻ. അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ പോയി പഠിച്ചേക്കുക. അപ്പോൾ എങ്ങനെ എഴുതണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വെള്ളായപ്പനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്നേഹസമ്പന്നനായിട്ടുള്ള പിതാവാണ്, ഗ്രാമീണ നന്മകൾ കാത്തു സൂക്ഷിക്കുന്നു, നിരക്ഷരനും ദരിദ്രനുമായ വൃദ്ധനുമാണ്, പിന്നെ മകന് ബലിച്ചോറ് നൽകേണ്ടി വരുന്ന ഒരു പിതാവ് കൂടിയാണ് നമ്മുടെ വെള്ളായപ്പൻ. അപ്പോൾ ഒരു പിതാവ് എന്ന രീതിയിൽ വെള്ളായപ്പനിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. ഇനി അടുത്തത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്ര നിരൂപണം കലിയുടേതാണ്. കലി, അതുപോലെ തന്നെ അശ്വത്ഥമാവ്, ദുര്യോധനൻ, ഇവരുടേതാണ്. അപ്പോൾ കലിയുടേത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എഴുതണം, പ്രലോഭനം നമ്മൾ എഴുതണം. അതുപോലെ തന്നെ കലി, ആ കഥാസന്ദർഭം, കലിക്ക് എങ്ങനെയാണ് ഈ രോക്ഷം വരുന്നത് അതെഴുതണം. പിന്നീട് കലി ആരെയും കൂട്ടി എവിടേക്ക് വരുന്നു, എന്താണ് അങ്ങേര് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് എഴുതാം. ഇന്നും എന്താ പറയുക, ആളുകൾക്കിടയിൽ കലിയെ പോലുള്ള ആളുകളെ കാണാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ പറയണം. കഥകളിയിലെ കറുത്ത താടിവേഷം, പുഷ്കരനെ വശപ്പെടുത്താനുള്ള കലിയുടെ തന്ത്രം, ദമയന്തിയെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിലുള്ള പകയാണ് മനസ്സ് നിറയെ, അഹംഭാവമുണ്ട് അതാണ് എന്നെ അറിയാത്തവർ ഇന്ന് ആര് അഹംഭാവമാണ്.
അന്യരിൽ വിശ്വാസം ജനിപ്പിക്കാനുള്ള കഴിവ്, അല്ലെ? അതായത് നിനക്ക് ഞാൻ മിത്രമാണ്, അല്ലെ? ഞാൻ എന്താണ് നമ്മുടെ വൈര്യസേനിക്ക്, അല്ലെ? വൈര്യസേനിക്കാണ് ഞാൻ എന്താണ് കലിയായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കലിയുടെ സംസാരവും പുഷ്കരനെ സ്വാധീനിക്കുന്നു. പരപീഡയിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, അല്ലെ? മറ്റുള്ളവർ എന്താണ് സങ്കടപ്പെടുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് കലി. മൂഢനായിട്ടുള്ള വഞ്ചകനാണ് കലി. ഇനി അശ്വത്ഥമാവ് എങ്ങനെയുള്ളതാണ്? അശ്വത്ഥമാവിനെ കുറിച്ച് ചോദിക്കുന്ന നേരം യുദ്ധത്തിന്റെ പരിണാമം, ഭാരത പര്യടനം എന്ന് പറയുന്ന കുട്ടിക്കൃഷ്ണമാരാരുടെ എന്താണ് വിമർശന കൃതികളിൽ നിന്ന്, നിരൂപണ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് അശ്വത്ഥമാവ്. കഥയൊക്കെ നമുക്കറിയാലോ, ആ കഥയൊക്കെ എഴുതണം. എങ്ങനെയാണ് അശ്വത്ഥമാവിന് പകയുണ്ടാകുന്നത്? അശ്വത്ഥമാവിന്റെ അച്ഛനായിട്ടുള്ള ദ്രോണരെ ആരാണ് കൊല്ലുന്നത്? ദൃഷ്ടദ്യുമ്നനാണ്. അപ്പോൾ ആ ദൃഷ്ടദ്യുമ്നനോടുള്ള പകയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പറയണം. ചിരഞ്ജീവികളിൽ ഒരാളാണ്, പകയുടെ പ്രതീകമാണ്, ക്രൂരതയുടെ മൂർത്തരൂപം, പിതാവിനെ കൊന്നതിൽ പ്രതികാരദാഹി, എതിരാളികളുടെ വംശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കി, സൗഹൃദത്തെ കരുതി ആത്മസമർപ്പണം ചെയ്യുന്നവൻ. അതുപോലെ തന്നെ വ്യാസനോട് ആദരവുണ്ടായിരുന്നു നമ്മുടെ ആർക്ക്? അശ്വത്ഥമാവിന്. ദ്രൗണി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് വരാൻ സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ ആര്? ദുര്യോധനൻ്റേത്. ദുര്യോധനൻ്റെ കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ നമ്മുടെ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം നിങ്ങൾ പരാമർശിക്കണം, അല്ലെ? മഹാഭാരതത്തെ ആസ്പദമാക്കിക്കൊണ്ട് മഹാഭാരതത്തിൻ്റെ ഓരോ എന്താണ് ഏടുകളും എന്താണ് കീറി മുറിച്ച് പഠനം നടത്തിക്കൊണ്ട്, അല്ലെ, അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ഭാരത പര്യടനം. അതിലെ യുദ്ധത്തിൻ്റെ പരിണാമത്തിലെ ഭാഗത്തിലെ, അല്ലെ, കേന്ദ്ര കഥാപാത്രമാണ് ദുര്യോധനൻ. എന്താണ് അവിടെ പറയുന്നത്? ദുര്യോധനൻ എന്ന് പറയുന്നത് കൗരവരുടെ, അല്ലെ, രാജാവാണ്. അതുപോലെ തന്നെ 101 മക്കളിൽ എന്താണ് മൂത്ത പുത്രനാണ് ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനനെ ആരാണ് വീഴ്ത്തുന്നത്? അവർ തമ്മിലുള്ള യുദ്ധം എങ്ങനെയാണ് നടക്കുന്നത്? ഇതൊക്കെ നമ്മൾ അവിടെ പരാമർശിക്കാം. ഓക്കെ, ക്ഷത്രിയ ധർമ്മം പാലിച്ചവനാണ്. അതുകൊണ്ടാണ് വീണ് കിടക്കുമ്പോഴും, അല്ലെ, നമ്മുടെ കർണൻ മരിച്ചപ്പോഴും അശ്വത്ഥമാവിന് എന്താണ് ആ ഒരു പട്ടാഭിഷേകത്തോടു കൂടി തന്നെയാണ് ആ സേനാധിപതി, അല്ലെ, സേനാധിപതിയായിട്ട് അദ്ദേഹത്തെ വാഴ്ത്തുന്നത്. സൗഹൃദത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ, മാതൃപിതൃ സഹോദര സ്നേഹമുള്ളവൻ, ആഭിജാത്യവും ഹൃദയോന്നതിയുമുള്ളവൻ, വിധിയിൽ വിശ്വസിക്കുന്നവനാണ് ദുര്യോധനൻ. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ നമുക്ക് എന്താണ് അക്കർമാശിയിലുള്ള ശരൺകുമാർ ലിംബാളയുടെയും കൂടെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കണം നിങ്ങൾ. കഷ്ടപ്പാട് നിറഞ്ഞ ബാല്യമായിരുന്നു. ആ കഥയൊക്കെ നിങ്ങൾ എഴുതണേ. പ്രതികൂല സാഹചര്യങ്ങളിൽ പഠിച്ചു മുന്നേറാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു. സത്യസന്ധനാണ്. പിന്നെ സഹായ മനസ്കത, കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം, ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. അതാണ് സത്യസന്ധത, അല്ലെ? അപ്പം എന്താണ് അത്ര ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും സത്യസന്ധതമായിട്ടുള്ള ജീവിതമാണ്. അപ്പോൾ ആ കഥയൊന്ന് എഴുതണം. അപ്പോൾ ഈ ഓരോ കഥാപാത്രങ്ങളെയും 6 മാർക്കിന് എഴുതാൻ തക്കവണ്ണം ഞാൻ പ്രാപ്തരാണോ, അല്ലെങ്കിൽ എനിക്ക് പ്രാപ്തതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് എനിക്കതിന് കഴിയുമോ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കണം. പോയിന്റ് ആക്കിയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇനി നിങ്ങൾ ഈ ചെറുതാക്കി എഴുതുന്നവരൊക്കെ വലുതാക്കി എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ 6 മാർക്കിന് നമുക്ക് 1.5 പേജോളം, അല്ലെ, അതായത് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗത്തിൻ്റെ 3/4 പേജോളം നമുക്ക് എഴുതേണ്ടി വരും. ചിലപ്പോൾ വേണമെങ്കിൽ നല്ല രീതിക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു പേജ് മൊത്തം, അല്ലെ, ഒരു പേജിൻ്റെ അപ്പുറവും ഇപ്പുറവും നിങ്ങൾ എഴുതുക. അപ്പോൾ ആ രീതിക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് തന്നെ നോക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ രീതിക്ക് ഇത്രയും കഥാപാത്രങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുക. അടുത്തൊരു വീഡിയോ മിസ് പെട്ടെന്ന് തന്നെ ഇടാം. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് ഈ ഒരു SSLC എക്സാമിൽ എന്ത് ചെയ്യണം? നല്ല മാർക്ക് വാങ്ങി എൻ്റെ മക്കളെല്ലാവരും നല്ല മാർക്കോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രീമിൽ എത്താൻ നിങ്ങൾക്ക് പറ്റണം. അതാണ് മിസ്സിൻ്റെ ആഗ്രഹം. അപ്പം എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി അടുത്ത വീഡിയോ ഒക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? മിസ് വേഗം വീഡിയോ ഇടാം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.